പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കണയൻ തലയും വാലും കൂടെ കറി വയ്ക്കാം. മസാലക്കറിയാണ് വയ്ക്കുന്നത്. കണയനാണ്, കണയൻ മീനിൻ്റെ വാലും തലയും. എൻ്റെ തലയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ചെകിളേൻ്റെ അടുത്തൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. ചെകിളേൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറി വയ്ക്കാം. കറി വയ്ക്കാനായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, 2 തക്കാളി. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന മസാലയാണ്. തേങ്ങ വറുത്ത തേങ്ങ മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാവുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മസാല സാമ്പാറിന്, ഇറച്ചിക്കറിക്ക്, കടലക്കറിക്ക്, മീൻകറിക്ക്, അങ്ങനെ എല്ലാ കറികൾക്കും എടുക്കാം. വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ സാമ്പാർ, തേങ്ങ വറുത്തരച്ച സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ മസാലയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യമേ ചെറിയ ഉള്ളി ഇടാം, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. അധികം മൂക്കുന്നില്ല, ഒന്ന് കുറച്ച് വാടുന്നേ ഉള്ളൂ. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് വാടിയാൽ മതി. തേങ്ങ വറുത്ത വീഡിയോയെ ഞാൻ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഉള്ളി കുറച്ച് വാടിയിട്ടുണ്ടേ. അതിലേക്ക് നമ്മൾ തക്കാളി ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ തേങ്ങ വറുത്ത, അത് മസാല ചേർക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. ഈ മസാല ഞാൻ കുറച്ച് കാലമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചത് കേട്ടോ. തേങ്ങ വറുത്തിട്ട് പുളി ഒഴിക്കാം. പുളിയൊക്കെ പാകത്തിന് ചേർക്കാം കേട്ടോ. ഉപ്പിടാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കട്ടെ. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണേ, അതും കൂടെ ചേർക്കാം. തിളക്കട്ടെ. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പും കൂടെ ചേർത്തു. നമുക്ക് മീനിടാം. ഗ്രേവിയിലേക്ക് മുക്കി വയ്ക്കാം എല്ലാ മീനും. അടച്ചു വെച്ച് വേവിക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഈ മീൻ തല ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പം മീൻ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കണയൻ മീൻ തലയും വാലും കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്ത് സൂക്ഷിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.